മനമറിയുന്നോള് ഇവളാ കെട്ടിയോള് മനമറിയുന്നോള് ഇവളാ കെട്ടിയോള് കനവില് വന്നോള് നിൻ കരളായി പോന്നോള് കനവില് വന്നോള് നിൻ കരളായി പോന്നോള് പരിണയരാവിൽ പവനൊരുകുമ്പോൾ ഹൃദയം തന്നോള് ധനഹാ പെരുന്നാൾ ബാൻഡടി പോലെ ഉള്ളു കവർന്നോള് പാട്ടുപെട്ടി പോൽ കൊഞ്ചിട്ട് എട്ടെന്ന് ചുറ്റിട്ടോള് ഇനി കാത്തിരുന്നൊരാ നാളെത്തി ഒട്ടിയൊട്ടിയിട നെഞ്ചുമുട്ടി കഥ തുടരും ഇതിവരുടെ കല്യാണം അവർക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യാള അന്തി ചായണ നേരത്ത് നെഞ്ചിനുള്ളിൽ ഓർമ്മകളാ ഒന്നു വന്നെൻ ചാരത്ത് തൊട്ടുരുമ്മാനുള്ളവളാ ആരുമാരും കാണാതെ അന്നാദ്യം മുത്തം തന്നവള് ആരുമില്ല കാലത്തും എൻ താങ്ങിനായി വേണ്ടവള് പള്ളിമേട പോലെ എന്നും ഉള്ളമുള്ളോള് പ്രാണനായി എന്നും എന്നിൽ വാണിടുന്നോള് അനുഗ്രഹം വേണം പുണ്യാള അവർക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യാള എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഭാഗ്യച്ചിയുടെ മധുരം വെപ്പ് ചടങ്ങിന് വേണ്ടിയാണ്. അതിനാൽ ആദ്യമായി നമുക്ക് ഭാഗ്യച്ചിയെ നല്ലൊരു വരവേൽപ്പോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മുത്തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ ചമയമിട് മനമകളെ അണിഞ്ഞൊരുങ്ങ് തിരുമകളെ വലിയൊരു മംഗളഘോഷം നിറച്ചിടും കളിച്ചിടയിൽ
നിലാവിൻ ചന്തം പകർന്നിടാം മുത്തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ നടത്തിൽ നീ ഒഴിക്കല്ലേ തിടുക്കത്തിൽ നടക്കല്ലേ മണാട്ട് പെണ്ണിനെ മധുരം കൊടുക്കാൻ പോവുകയാണ്. കൊടുക്കട്ടെ, മധുരം കൊടുക്കാൻ പോവുകയാണ്. മണാട്ട് പെണ്ണിനെ കൊടുക്കട്ടെ, മണാട്ട് പെണ്ണിനെ മധുരം കൊടുക്കട്ടെ. കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും തിരുത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും വിരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പൂ കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ചു പുത്തനൊളി വരത്തി എന്തിനായി മന്ദമാർക്ക് ചെന്താമര കൈപ്പടം മൂടുന്നു മൈലാഞ്ചി ചൊല്ലു തൊഴി മൈലാഞ്ചി ഹൗവ പണ്ട് ചെയ്ത പാപം തീരാനീശോ കൽപ്പിച്ചു തന്നതി മൈലാഞ്ചി കേളു തൊഴി മൈലാഞ്ചി സകല മകളുവതിനു മണിയണമിതു തരുണികൾ മാർത്തോമൻ മണിയുടെ മഹിമകളൊഴുകി പാൽചോറും കഴിപ്പിച്ചു പതിവുകൾ നടത്തി നാളെയാണ് പെൺകൊടിക്ക് തന്തീശ്വരൻ ഈശൻ വിധിച്ചത് പൂക്കാലി
കൊഞ്ചടി പെണ്ണേ അമ്പിളിത്തല്ലേ മൊഞ്ചത്തി പെണ്ണേ ഇന്നല്ലേ മംഗലം പൊന്നേ കരിമിഴി മീനല്ലേ മൊഴിയിൽ തേനല്ലേ മണിയറപ്പൂ മഞ്ചം എന്തോ മിണ്ടിയില്ലേ കുളിരണിരാവല്ലേ കുടമുല്ലപ്പൂത്തില്ലേ പനിമതി പോലെ നീ ലങ്കി മറിഞ്ഞില്ലേ പോരടി പോരടി നീ വാതിലു ചാരടി നീ മാരനിതാ വരുന്നേ പോരടി പോരടി നീ മിണ്ടാപ്പെൺ പൂച്ചേ നിറപാൽ കുടം വേണ്ടേ കൺമഷി പൂശി കൈവള ചാർത്തി മണിയറ പൂകാൻ രാവിനിക്കരയാ പുലർവേള പോരും വരെ ഇനി പൂമാരൻ നിൻമിഴിയടയാതരികിൽ കിളിയായി കസവണി പൂവിരിയിൽ ചേർന്നിരുന്നാലോ ഇടം വലം പൂമോടി പുന്നാരിക്കൂലേ ആ മേലെ മേലെ വാനം മേലെ നീന്തി നീങ്ങൂലേ പോരടി പോരടി നീ വാതില് ചാരടി നീ മാരനിതാ വരുന്നേ പോരടി പോരടി നീ തൊട്ടാലൊട്ടൂലേ മലർവള്ളിയാവൂലേ കൺമുന നീട്ടി പുഞ്ചിരി ചൂടി കുളിരലയായി നീ തഴുകാൻ ഒരാളു വരും പനിനീരു പോലുലയും പുതുരോമാഞ്ചത്തിൻ വിരൽ മുനയാൽ ഇതളുകൾ വിരിയും ഇശലുകൾ തേൻമൊഴിയിൽ നീ മടിച്ചാലോ സ്വയം മറന്നൊരു പോലെ കിന്നാരിക്കൂലേ ആ താഴെ താഴെ താഴമ്പുവിൽ തേൻ കുടിക്കൂലേ പോരടി പോരടി നീ വാതിലു ചാരടി നീ മാരനിതാ വരുന്നേ പോരടി പോരടി നീ കൊഞ്ചടി പെണ്ണേ അമ്പിളിത്തല്ലേ മൊഞ്ചത്തി പെണ്ണേ ഇന്നല്ലേ മംഗലം പൊന്നേ കരിമിഴി മീനല്ലേ മൊഴിയിൽ തേനല്ലേ മണിയറപ്പൂ മഞ്ചം എന്തോ മിണ്ടിയില്ലേ കുളിരണിരാവല്ലേ കുടമുല്ലപ്പൂത്തില്ലേ പനിമതി പോലെ നീ ലങ്കി മറിഞ്ഞില്ലേ പോരടി പോരടി നീ വാതിലു ചാരടി നീ മാരനിതാ വരുന്നേ പോരടി പോരടി നീ പോരടി പോരടി നീ വാതിലു ചാരടി നീ മാരനിതാ വരുന്നേ പോരടി പോരടി നീ പൂത്തിങ്കളെ ഇനി ഒളി കണ്ണെറിയരുതേ ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ലെവൻ പാടുന്നു നീ പാടുപെടും ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ തിങ്കളേ പൂത്തിങ്കളെ ഇനി ഒളി കണ്ണെറിയരുതേ കരിമുകിലിൻ ജനലഴിയിൽ ഈ കൺമണിയേ
1 2 2 ਉਹ ਕੁੜੀਏ what to do ਉਹ ਹੋ ਗਈ ਮੁੰਡੇ ਦੀ ਪਤੰਗਾਂ ਵਰਗੀ ਤੂੰ ਐਵੇਂ ਉੱਡਦੀ ਉਹ ਹੋ ਗਈ ਮੁੰਡੇ ਦੀ ਹਿੱਲਾਂ ਤੇ ਚੱਲਦੀ ਟੁਕ ਟੁਕ ਤੂੰ ਕਰਦੀ ਮੇਕਅਪ ਤੂੰ ਕਰਦੀ ਆ ਅੰਗਰੇਜ਼ੀ ਪੜ੍ਹਦੀ ਗਿਟ ਪਿਟ ਤੂੰ ਕਰਦੀ ਜਿਵੇਂ ਕੁਈਨ ਸਾਡੀ ਵਿਕਟੋਰੀਆ ਤੂੰ ਕੈਂਟੀ ਬਿਗ ਬੈਨ ਦੀ ਪੂਰਾ ਲੰਡਨ ਠੁਮਕਦਾ ਉਹ ਜਦੋਂ ਨੱਚੇ ਪੈਣ ਦੀ ਪੂਰਾ ਲੰਡਨ ਠੁਮਕਦਾ झमाझम नाच आजे धमाधम ढोल बाजे नॉन स्टॉप हल्ला मचेगा ओए नाचो सारे पापा पापा पीपनी पे आजा नया स्टेप सीखे नॉन स्टॉप हल्ला मचेगा ओए नाचो सारे अपनी फेमस है रात वाली यारियां जाले सारा जहां बेथलपुर मां सुन ले ओ छोरिया झूमे नगरिया जब जब ये घूमे कमर यार तारी कमर यार तारी कमर यार बेथलपुर मां सुन ले ओ छोरिया झूमे नगरिया जब जब ये घूमे कमर यार तारी कमर यार तारी कमर यार ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്ക് മുക്കുത്തി കല്ലുമിനുങ്ങി കല്യാണ ചെമ്പൊന്നിൻ താലികിലുങ്ങി അല്ലിപ്പൂലോലാക്കിൻ ചേലുകിണുങ്ങി ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ മനസ്സിലെ പൂക്കുറ്റി പടക്കങ്ങൾ അമരണനേ കേഫോർ കല്യാണം is a beautiful day ചേലാട്ടം തനിയെ പോരാട്ടം നടനത്തിക പറയും കളിയാട്ടം ആട്ടം തിരുമല മുരുകനിക്ക് മാമല മുരുകനിക്ക് കൊണ്ടാടയ്യ കൊണ്ടാടയ്യ കൊണ്ടാട്ടം തിരുമല മുരുകനിക്ക് മാമല മുരുകനിക്ക് കൊണ്ടാടയ്യ കൊണ്ടാടയ്യ കൊണ്ടാട്ടം അഴകായി ഒഴിഞ്ഞു വന്നാൽ മിന്നാട്ടം അസുര തല പറക്കും തുള്ളാട്ടം ആണ്ടവൻ ഇറങ്ങി വന്നാൽ തീയാട്ടം ആരും നദി മറക്കും വെള്ളാട്ടം ആറുപടൈ കടവഴുക്കും വെള്ളാട്ടം ഇത് തങ്കമയിൽ തിരുക്കുമരൻ വെള്ളാട്ടം ആറുപടൈ കടവഴുക്കും വെള്ളാട്ടം ഇത് തങ്കമയിൽ തിരുക്കുമരൻ വെള്ളാട്ടം
സംഗീതത്തെ കൊല്ലം ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയുന്നു. സംഗീതം നുരയിടും കടല് പോലെ, സന്തോഷം പൊഴിക്കുന്ന ഗസല് പോലെ. സംഗീതം നുരയിടും കടല് പോലെ, സന്തോഷം പൊഴിക്കുന്ന ഗസല് പോലെ. അഴകേറും വെൺപാറേ കനകപ്പൂച്ചിറകിൽ കസവുണ്ട്, നെഞ്ചിൽ മഞ്ചിൽ മലരുണ്ട്, സ്വപ്നം കാണാൻ കൊതിയും. ശരാബ് പോലെ തുള്ളി തുള്ളി തുളുമ്പും നെഞ്ചിൽ നിന്നും നേരും സംഗീതം, ഷാരോൺ നിലാവായി ഉള്ളിൽ ഉള്ളിൽ തുടിക്കും. അന്തിമിന്നിൻ റാന്തൽ പൂവെട്ടം, മുത്തുച്ചിരിച്ചിലമ്പൊലിയേ രാത്രിതൻ മുറ്റത്തല്ലേ ഉല്ലാസപ്പുരം. മുത്തുച്ചിരിച്ചിലമ്പൊലിയേ രാത്രിതൻ മുറ്റത്തല്ലേ ഉല്ലാസപ്പുരം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനി സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനി സ്തുതി. Wipe your tears, take a breath. Lay your head on my chest. Let me hold you through the night. Yeah, the world can bring us down, but I still believe somehow it's all gonna be alright. Come what may, the highs, the lows. Well, this life will be hard, but you and me won't. When the waters rise and we face the fire, we'll rest in our foundation, hand in hand, on our knees, nothing between us, you, me, and Jesus. Oh, we'll have a few fights, Who's wrong and who's right, but I want you to know, at the end of the day, I'm always here to stay. No, you'll never be alone. Come what may, the highs,
അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇന്നീ നിമിഷം വരെ ഞങ്ങൾ ജനിച്ച നിമിഷം വരെ ഈ നിമിഷം വരെ അവിടുന്ന് എല്ലാ അനുഗ്രഹങ്ങളും കോടാനുകോടി അങ്ങ് അർപ്പിച്ചുകൊണ്ട് ഇനിയും ഒരു അനുഗ്രഹിക്കുന്ന കൈപിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ അനുഗ്രഹിക്കപ്പെടാൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ട Come what may, the highs, the lows. Well, this life will be hard, but you and me won't. Oh, when it's time to say goodbye, we'll rest in our foundation. Hand in hand, on our knees, nothing between us. 'Cause in the end, even death could only lead us. So love me like you do, la la, love me like you do. Love me like you do, la la, love me like you do. Touch me like you do, ta ta, touch me like you do. What are you waiting for? Fading in, fading out, on the edge of paradise. Every inch of your skin is a holy grail I've gotta find. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് ഇന്നത്തെ ദിവസം. നല്ല മഴയുള്ള ഒരു ദിവസമാണ്. നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് പോലെ മഴയുണ്ട്, കാർമേഘങ്ങളുണ്ട്, ഇപ്പം അല്പം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രധാനപ്പെട്ട ദിവസത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട വൈദികരുടെ പേരിൽ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ മനോഹരമായി വിവരിക്കുന്ന അനേക പുസ്തകങ്ങളിൽ ഒന്ന് ഉത്തമഗീതമാണ്. ഉത്തമഗീതത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സ്നേഹിക്കുന്ന സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്നേഹത്തിലൂടെയാണ് വെളിപ്പെടുത്തിയിരിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിലും അങ്ങനെയാണ്, വെളിപാട് പുസ്തകത്തിലും അങ്ങനെയാണ്. ബൈബിളിലുടനീളം വിശുദ്ധന്മാർ ദൈവമനുഷ്യ ബന്ധത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ആവിലയിലെ അമ്മ ത്രേസ്യയുടെ ആഭ്യന്തര ഹർമ്മ്യം എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുക. പ്രാർത്ഥനയ്ക്ക് 7 പടികളുണ്ടെന്നാണ് പറയുക. ഒന്നാമത്തെ പടി, രണ്ടാമത്തെ പടി, ഇങ്ങനെ പ്രാർത്ഥിച്ച് മനുഷ്യൻ 7ാമത്തെ തലത്തിലെത്തുമ്പോൾ ദൈവത്തെ കണ്ടുമുട്ടും. അതുവരെ ദൈവത്തെ കാണുന്നില്ല. ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയാനുള്ള കാരണം, വിവാഹ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. കാരണം ഈ 7ാമത്തെ തലത്തിന് ആ വിശുദ്ധ കൊടുത്തിരിക്കുന്ന പേര് വിവാഹം എന്നാണ്. ഈ ഭൂമിയിൽ എത്രയോ നല്ല ബന്ധങ്ങളുണ്ട്. അപ്പൻ മക്കളും അല്ലെ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, സ്നേഹം, ഇത്രയേറെ സ്നേഹബന്ധങ്ങളുണ്ടായിരിക്കെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തെ വിശേഷിപ്പിക്കാൻ വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധന്മാരും വിശുദ്ധകളുമൊക്കെ ഉപയോഗിച്ച ഉപമ വിവാഹത്തിൻ്റെതാണ്. അതിന് കാരണം ദൈവത്തിൻ്റെ സ്നേഹവും അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ബന്ധമായിട്ടാണ് വിവാഹബന്ധത്തെ കാണുക. കാരണം വിവാഹത്തിൽ നിങ്ങൾ പരസ്പരം അനുഭവിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവം ഇസ്രായേൽ ജനത്തെ കൊണ്ടു നടന്നതുപോലെ എന്നാണ് പറയുക. അല്ലെങ്കിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ എന്നാണ് ഉപമ. എന്ന് പറഞ്ഞാൽ കുറ്റങ്ങളോടും കുറവുകളോടും കൂടി സ്നേഹിക്കുക, പൂർണ്ണമായി ഉൾക്കൊള്ളുക. നമ്മൾ എങ്ങനെയാണ് എന്ന് നോക്കാതെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് പോലെ, നമുക്ക് എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും ദൈവം നമ്മളെ ഉൾക്കൊള്ളുന്നത് പോലെ, അങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യൻ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ അത് വിവാഹത്തിലാണ് സംഭവിക്കേണ്ടത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൊതിപ്പിക്കുന്ന ഒരു സ്നേഹമാണ് വിവാഹബന്ധത്തിൻ്റേത്. കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ. 2013 പേപ്പസി സ്വീകരിച്ച ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ പിറ്റേ വർഷം ഫെബ്രുവരി മാസം 2014 വാലന്റൈൻസ് ദിനത്തിൽ വിവാഹിതരാകാൻ പോകുന്നവരുടെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി വത്തിക്കാനിൽ. അന്ന് അവരോട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് നിത്യകാലത്തേക്ക് യെസ് പറയാൻ ഭയമാണ്.
എല്ലാ കരാറുകളും 6 മാസത്തേക്കോ 6 വർഷത്തേക്കോ ഒക്കെ എഴുതുകയുള്ളൂ. കാരണം അതിനപ്പുറം ഒരു ബന്ധവും നീണ്ടു നിൽക്കില്ല എന്ന് ഇന്നത്തെ തലമുറ ഭയപ്പെടുന്നു. സൗഹൃദങ്ങൾ പോലും അതുകൊണ്ട് താൽക്കാലികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതിനപ്പുറം ഒരു ബന്ധവും നിലനിൽക്കില്ല എന്ന് ഈ തലമുറ ഭയപ്പെടുന്നിടത്ത് മരണം വരെ നിലനിൽക്കുന്ന ഒരു സ്നേഹബന്ധത്തിലേക്ക് കടന്ന് ചെല്ലണമെങ്കിൽ വലിയ ധൈര്യം ആവശ്യമാണ്. നിങ്ങൾ ധൈര്യമായി ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. ഗാമാഫോബിയയുടെ കാലമാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ വിവാഹം കഴിക്കാൻ ഭയപ്പെടുന്ന കാലഘട്ടമാണ്. വിവാഹം കഴിക്കാൻ തീർച്ചയായിട്ടും ധൈര്യം ആവശ്യമാണ്, ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. ധൈര്യം നിങ്ങൾക്കുണ്ട്, ദൈവത്തിൻ്റെ കൃപ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിച്ച് നേടും. നിങ്ങൾ വിവാഹമെന്ന ഈ കർമ്മത്തിലേക്ക്, ഈ കൂദാശയിലേക്ക് പ്രവേശിക്കാൻ എടുത്ത നിങ്ങളുടെ ആ ധൈര്യപൂർവകമായ തീരുമാനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ സ്നേഹം പരസ്പരം പങ്കുവയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ മനോഹരമായ തിരുക്കർമ്മങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ ദൈവവചന പ്രഘോഷണ കർമ്മത്തിന് ശേഷം നിങ്ങൾ തന്നെയാണ് ഈ വിവാഹം ആശീർവദിക്കുക, അല്ലെങ്കിൽ ആശീർവദിക്കുന്നല്ല, വിവാഹത്തിൻ്റെ കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളിയെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതത്തിലെ ഏതവസ്ഥയിലും ഇവളെ ഞാൻ കൂടെ കൂട്ടുന്ന ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കണം മരണം വരെ എന്ന് പറയുന്നിടത്താണ് വിവാഹ കർമ്മം സംഭവിക്കുക എന്ന് ദൈവശാസ്ത്രം പറയുന്നു. തീർച്ചയായിട്ടും ആ വാക്കിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കറിയാം. ഞാൻ സ്നേഹത്തോടെ ഇവനെ എൻ്റെ ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ആ നിമിഷം, ആ പരിശുദ്ധമായ നിമിഷം നിങ്ങൾ വളരെ ഒരുക്കത്തോടു കൂടി പറയുവാനായി ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിവാഹ ഉടമ്പടിയിൽ ക്രിസ്തുവിന്റെ സഭയുടെയും കൂദാശ പ്രതിഫലിക്കത്തക്ക വിധം അങ്ങ് വിവാഹബന്ധം അത്ര മഹത്തായ രഹസ്യമാക്കി പവിത്രീകരിച്ചുവല്ലോ. വിശ്വാസങ്ങളെ ഈ ദാസർ സ്വീകരിച്ചത് പ്രവൃത്തിയിൽ പ്രകടമാക്കുവാൻ ഇവർക്ക് അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നെന്നും ദൈവമാ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങേ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോളണമേ. എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യാവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത്
നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും ഹൃദയ ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനയ്ക്ക് നിന്ദനയോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമ്മോടൊരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരായിരിക്കുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എൻ്റെ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് അനുഭവിച്ചറിയുവിൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ോടുകൂടെ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ഫരിസേയർ യേശുവിൻ്റെ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്നും അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. നമ്മുടെ പാപങ്ങളെ നീക്കിച്ചു. പരിശുദ്ധമായ കൂദാശ മുദ്രണം ചെയ്ത് ഉറപ്പിക്കാനാണ് നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ സ്നേഹത്തെ ക്രിസ്തുനാഥിന് വാത്സല്യപരം ആസ്വദിക്കുന്നു. അവിടെ ജ്ഞാനസ്നാനം വഴി നിങ്ങളെ പവിത്രത്തിലാണല്ലോ. ഇപ്പോൾ അവിടെ പ്രത്യേക കൂദാശ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിന് എല്ലാ ചുമതലയും നിർവഹിച്ച് ആ ജീവിതം പരസ്പരം വിശ്വസിപ്പാലിക്കാൻ അവിടെ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങൾ പരസ്പരം ചോദിക്കുകയാണ്, നിങ്ങൾ മറുപടി പറയുക. ഇമ്മാനുവൽ ലിജി ഫ്രാൻസിസ്. നിങ്ങൾ വിവാഹത്തിന് വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെ സഭയുടെ പ്രബോധനം അനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലതുകൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസഭയുടെ മുൻപാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചു ഒന്ന് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും
ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമർഷം പഠിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച അനുഗ്രഹാശങ്ങളെ സമ്പന്നരാകട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ദൈവമേ, ഈ താലിയും മോതിരങ്ങളും ദയാപൂർവം ആശീർവദിക്കണമേ. ഈ ദമ്പതികൾ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസത്തിൻ്റെ അടയാളമായിരിക്കണമേ. ദൈവമേ, പ്രസാദത്തിൻ്റെ അടയാളമായ ഈ മന്ത്രകോടി ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാനാവസരത്തിൽ പ്രസാദം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തു സഭയിൽ നമ്മൾ പാവനമായ ബന്ധത്തിന് പ്രതിബിംബമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രം അണിയുവാൻ അനുഗ്രഹം നൽകണമേ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ഒരു താലിച്ചരടിൽ ഇരുഹൃദയങ്ങൾ ഒരുമിച്ചു ചേരുന്ന ബന്ധം. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചു. ഒരു പുണ്യസ്മരണയായി കൂടെയുണ്ടാവാൻ അണിയിക്കും മോതിരബന്ധം. ഒരു പുണ്യസ്മരണയായി കൂടെയുണ്ടാവാൻ അണിയിക്കും മോതിരബന്ധം. ഇരു കൈകളും ദൈവവചനത്തിൽ സ്പർശിച്ചു വാഗ്ദാനം ചെയ്യുന്ന ബന്ധം. ബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ. ഈ കൈക്കുമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ. ഈ കൈക്കുമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. ഈ ദിവ്യബലിയിൽ ബലിവസ്തുവായി ഞങ്ങളും ചേരുന്നിതാ. ദൈവമേ, നിൻ തൃക്കൈകളിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നിതാ. ആവാ ആവാ പിതാവേ, അങ്ങു മാത്രമേ ഞങ്ങൾക്കു ദൈവം. അങ്ങേ അൾത്താര തന്നിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നു സർവം. ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ. ഈ കൈക്കുമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം.
ദിവ്യബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ. ഈ കൈക്കുമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. ഈ ദിവ്യബലിയിൽ ബലിവസ്തുവായി ഞങ്ങളും ചേരുന്നിതാ. ദൈവമേ, നിൻ തൃക്കൈകളിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നിതാ. ആബാ ആബാ പിതാവേ, അങ്ങു മാത്രമേ ഞങ്ങൾക്കു ദൈവം. അങ്ങേ അൾത്താര തന്നിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നു സർവം. ഇന്ന് വിവാഹ കൂതാശയോട് സംയോജിക്കപ്പെട്ട അങ്ങേ ഈ ദാസർക്ക് വേണ്ടി അങ്ങയോട് ഞങ്ങൾ എളിമയോടെ അപേക്ഷിക്കുന്നു. അങ്ങേ മക്കളായ ഇവർ ജീവിതത്തിൽ സമൃദ്ധമായി അനുഗ്രഹ വർഷം ഇറങ്ങി വരികയും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉന്നതത്തിൽ നിന്ന് ഇവിടെ ഹൃദയങ്ങൾ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ വിവാഹത്തിന് താൻ പരസ്പരം അനുഭവിച്ചുകൊണ്ട് ഇവർ കുടുംബത്തിൽ സന്താനങ്ങൾ അലങ്കരിക്കുകയും സഭയെ സമ്പുഷ്ടമാക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്തോഷത്തിൽ ഇവർ അങ്ങയെ സ്തുതിക്കുകയും സന്താപത്തിൽ അങ്ങയെ അന്വേഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ ഹൃദയ അധ്വാനങ്ങളിൽ അങ്ങേ സാന്നിധ്യം അവർ അനുഭവിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ ആശ്വാസമായി അങ്ങേ സാമീപ്യം അവർ അനുഭവിക്കുകയും ചെയ്യട്ടെ. വിശുദ്ധ സമൂഹത്തിൽ അവർ അങ്ങയോട് പ്രാർത്ഥിക്കുകയും ലോകത്തിൽ അങ്ങേ സാക്ഷികളായി വർത്തിക്കുകയും സുഹൃത്തുബലത്തോടെയുള്ള സന്തോഷകരമായ വാർദ്ധക്യത്തിന് ശേഷം സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനും ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളവനമേ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം തരുന്നു എന്നങ്ങേ അപ്പോസ്തലർ ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാന ഐക്യം നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ദിവ്യകാരുണ്യമായെൻ്റെ ഉള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സൊരു മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി മനസ്സൊരു മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. അവിടുത്തെ ഉദ്ധാരണത്തിലുള്ള വിശ്വാസ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ പ്രതീക്ഷിക്കുന്ന അനുഗ്രഹീതമായ പ്രത്യാശ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഇവിടെ കൂടി നിങ്ങൾ എല്ലാവരും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു താലിച്ചരടിൽ ഇരുഹൃദയങ്ങൾ ഒരുമിച്ചു ചേരുന്ന ബന്ധം. ഒരു താലിച്ചരടിൽ ഇരുഹൃദയങ്ങൾ ഒരുമിച്ചു ചേരുന്ന ബന്ധം. മരണം വരെയും
പിരിയാതെ ജീവിക്കാൻ മനസ്സു കൊടുക്കുന്ന ബന്ധം, മരണം വരെയും പിരിയാതെ ജീവിക്കാൻ മനസ്സു കൊടുക്കുന്ന ബന്ധം. ഒരു മന്ത്രകോടിയ ശിരസിൽ അണിയിച്ചു കൂടാരം തീർക്കുന്ന ബന്ധം, ഒരു മന്ത്രകോടിയ ശിരസിൽ അണിയിച്ചു കൂടാരം തീർക്കുന്ന ബന്ധം, മരണം വരെയും പിരിയാതെ ജീവിക്കാൻ മനസ്സു കൊടുക്കുന്ന ബന്ധം. Does it make you dance when you're drunk with your friends at a party? What's your favorite song? Does it make you smile? Do you think of me? When you close your eyes, tell me, what are you dreaming? Everything I wanna know it all. I'd spend 10,000 hours and 10,000 more. Oh, if that's what it takes to learn that sweetheart of yours. And I might never get there, but I'm gonna try. If it's 10,000 hours or the rest of my life, I'm gonna love you. Do you miss the road that you grew up on? Did you get your middle name from your grandma? When you think about you forever now, do you think of me? When you close your eyes, tell me, what are you dreaming? Everything I wanna know it all. तेरे लिए ही तो सिग्नल तोड़ ताड़ के आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के। तेरे लिए ही तो सिग्नल तोड़ ताड़ के आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के। तेरी अक्ल का इशारा मुझे बहुत लगे, तू तो मजनू आवारा माय गॉड लगे। और सस्ते वादे खा के अपनी पॉकेट मनी बचा के आया तेरे लिए पैसे वैसे तोड़ ताड़ के। घर वालों को भी आईशा बोल बाल के आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के। तेरे लिए ही तो सिग्नल तोड़ ताड़ के आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के। तेरी गली में भी आना स्टार्ट कर दिया, एक तेरे नाम अपना हार्ट कर दिया। करने लगा आँख मटका तो आज बन गया पक्का। आज आके मैंने तेरा बाई काट कर दिया, तेरी सारी हरकतें मैं तो नोट करूं, तुझे तारे गले जाके मैं रिपोर्ट करूं। कर ऐसे फाइट पर मूड करूं मैं लाइट, तुझे सीन में दिखा के तुम बोल मान के।
ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ആദ്യമായി നമ്മുടെ വിവാഹവിധത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വധൂവരന്മാരെ അനുഗ്രഹിക്കാനും നമ്മുടെ തിരിതെളിയിച്ച് ഈ വിവാഹ വിരുന്ന് ഉദ്ഘാടനം ചെയ്യാനും എല്ലാവരെയും വരവന്റെയും വധുവിന്റെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. I was afraid to think that you thought you were above me, that I was only fooling myself to think you loved me. But since tonight you said you wouldn't live without me, that round about me you wanted to stay. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. എന്തൊരു ചേലാണ് നെഞ്ചില് നീരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ് അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുവാൻ പകലിലെ വഴികളിൽ വെയിലു പോലനയുവാൻ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം. മുത്തുക്കലമാനെ തെറ്റിപ്പിണങ്ങാതെ മുത്തും മിഴിയോടെ ഞാനിരിക്കാം. ഒരു ദളം പോലെ ഇരുമനം ചേരും മണിക്കുഞ്ഞോളങ്ങൾ മഴവില്ലായി മാറും. ഹിമചിമ്മാവാനം ഇതു കണ്ടേ നിൽക്കും. മണിക്കുടിലിൻ ചുമരുകളിൽ നിറം കുടഞ്ഞൊന്നു ചിരിക്കും.
എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ് അലിവോടെ തൊടും സാന്ത്വനമാണ് ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുമാ പകലിലെ വഴികളിൽ വെയിലു പോലലയുവാ వచ్చి చంపేస్తుండాయి ఫీలింగ్స్ ఫీలింగ్స్ వచ్చిండాయి ఫీలింగ్స్ వచ్చిండాయి ఫీలింగ్స్ వచ్చి చంపేస్తుండాయి ఫీలింగ్స్ ఫీలింగ్స్ చీ అంటే ఓసారి పో అంటే ఓసారి చాటు మాటుగా సై అంటే ఓసారి పూలడితే ఓసారి నగలడితే ఓసారి సాదా సీదా చీర కట్టెతే ఓసారి ఒళ్ళు ఇరుసుకుంటే ఓసారి ఓసారి ఇల్లు సిమ్ముతుంటే ఓసారి ఓసారి వీళ్ళు తోడుతుంటే నిజంగా ఓసారి చుండై ఫీలింగ్స్ వచ్చి వచ్చి చంపేస్తుండాయి ఫీలింగ్స్ ఫీలింగ్స్ వచ్చిండాయి ఫీలింగ్స్ వచ్చిండాయి ఫీలింగ్స్ వచ్చి వచ్చి చంపేస్తుండాయి ఫీలింగ్స్ ఫీలింగ్స్ ಮುಲ್ಲ ಮಲರ್ ಮಾಡಿ ಚೆಂಡುಗಳು
waited with hope. I prayed through the night, dreaming of someone to share in this life. Then you walked in with love in your eyes, a promise unfolding, a holy surprise. Holy surprise. In God's perfect time, He brought you to me. Not a second too late, not too early. Every tear, every prayer led to this day. In God's perfect time, love found its way. Journeyed alone, now we walk side by side, two hearts as one, with Jesus our guide. The past is behind, the future is bright. His grace wrote our story, His love is our light. God's perfect time, He brought you to me. Not a second too late, not too early. Every tear, every prayer led to this day. In God's perfect time, love found its way. Our home on mercy and grace, with faith as our foundation, love will never fade. Through every season. പൊള്ളും നേരം ഉള്ളിൻ മഞ്ഞിൻ തരിയേറിയും, വെണ്ണിന്മേലെ മോഹം മെല്ലെ തീരനുരയും, കണ്ണിൽ തേനെ എന്നിൽ എന്നും സിര നിറയെ, തെന്നി തെന്നി പായുന്നില്ലേ നീനിയേ. നിൻ ശ്വാസഗന്ധമേ മായാത്ത മന്ത്രമേ, നദിയായി നിറഞ്ഞു വാ നീ എൻ്റെ കിനാവിലായി. മധുപോലെ പെയ്ത മഴയേ മനസ്സാകെ അഴകായി നല്ലേ, ഇണയായ ശലഭം പോലെ നീയും ഞാനും മായേ. ബഹത്തെ रहते नहर नदिया से तेरे दुनिया में, मेरे दुनिया तेरी चाहतों में मैं ढल जाती हूँ तेरी आदतों में, अगर तुम साथ हो। तेरी नजरों में है तेरे सपनों में है नाराजी, मुझे लगता है कि बात दिल की
empty love was all